ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ടു വോളിയം ട്രേഡേഴ്സ്. ഇന്ന് 9/8/2024 വെള്ളിയാഴ്ച. എല്ലാവർക്കും ബാങ്ക് നിഫ്റ്റിയിലെ ഒരു അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. ശേഷം അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ, തിങ്കളാഴ്ചയ്ക്ക് ഒരു പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇന്നലെ അതായത് 8/8/2024 വെള്ളിയാഴ്ച മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് ആണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു സെല്ലിങ്ങിൽ കൂടുതലും റീറ്റെയിലേഴ്സാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം മാർക്കറ്റിന് സെൽ ഓർഡേഴ്സുകൾ കളക്ട് ചെയ്യാൻ സാധിച്ചു. ദെൻ മാർക്കറ്റ് എന്ത് ചെയ്തു? ആ സെൽ ഓർഡേഴ്സുകൾ എക്സിക്യൂട്ട് ചെയ്തു. അതാണ് ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയുള്ള മൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ളത്. സോ മാർക്കറ്റ് ഇവിടെ നല്ലൊരു ബൈ ആണ് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊമെൻറ്റത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്? മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിൽ ഈ സ്റ്റോപ്പ് ലോസ്, ഇവിടെ ഒരു സെല്ലിംഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റോപ്പ് ലോസുകൾ മാർക്കറ്റ് കളക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും ഉള്ള സ്റ്റോപ്പ് ലോസുകൾ മാർക്കറ്റ് കളക്ട് ചെയ്തു. മാർക്കറ്റിന് അത്യാവശ്യം ബൈ ഓർഡേഴ്സുകൾ കിട്ടി. മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത ശേഷം എന്ത് ചെയ്തു? മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത ശേഷം മുകളിലേക്കൊരു പുള്ളാണ് തന്നത്. മുകളിലേക്ക് നല്ലൊരു പുൾ തന്ന സമയത്ത് ഇവിടെ ഒരു BOSും തന്നു. സ്വാഭാവികമായിട്ടും റിട്ടേലേഴ്സ് എല്ലാം എന്ത് ചെയ്തു? ഇനി മാർക്കറ്റ് മുകളിലേക്കാവും എന്ന് മാർക്കറ്റ് ബൈ ഓർഡർ പ്ലേസ് ചെയ്ത സമയത്ത് മാർക്കറ്റിന് അത്യാവശ്യം ബൈ ഓർഡേഴ്സ് കിട്ടി. ദെൻ ഇവിടെ 6-ാം തീയതി ഇവിടെ ഒരു ഫാൾ ഉണ്ടായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഓർഡേഴ്സ് കൂടി മാർക്കറ്റ് കളക്ട് ചെയ്തു. അവിടെയുള്ള ഓർഡേഴ്സ് കളക്ട് ചെയ്തു. മാർക്കറ്റ് എന്ത് ചെയ്തു? നല്ലൊരു ഫാൾ തന്നു. ഈ ഒരു ഫാളിൽ പ്രീമിയത്തിൽ 130ഓളം ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലൊരു മൊമെൻറ്റമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ദെൻ മാർക്കറ്റ് ഇവിടെ ഒന്ന് ബാക്ക് ചെയ്ത ശേഷം വീണ്ടും ഒരു ഫാൾ ഉണ്ടാവാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആ ഒരു ഫാളിൽ ഇവിടുന്ന് ഒരു 30 പോയിൻറ്റ്സോളം കളക്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ വലിയൊരു മാർക്കറ്റ് താഴോട്ടാണെങ്കിൽ കൂടി പ്രീമിയത്തിന് വലിയ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഒരു 30 പോയിൻറ്റ് കളക്ട് ചെയ്ത ശേഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ദെൻ അടുത്തതായി നമ്മുടെ ഈ ഒരു ലൈൻ ഇനി വാലിഡ് അല്ല. സോ നമുക്ക് ആ ലൈൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ദെൻ ഇനിയുള്ള അടുത്ത റെസിസ്റ്റൻസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ലൈനാണ്. ഇവിടെ നോക്കാം, നമുക്കിവിടെ ഒരു ലൈൻ വരയ്ക്കാം. അതിൻ്റെ കളർ നമുക്ക് ചോപ്പാക്കാം. ഓക്കെ, നമ്മൾ സപ്പോർട്ട് ലൈൻസിലൊക്കെ പൊതുവെ നമ്മൾ റെഡും റെസിസ്റ്റൻസ് പച്ചയാണ് വരയ്ക്കാറ്. അതുകൊണ്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഉണ്ടായിരിക്കും കുറച്ച് ഓർഡേഴ്സുകൾ ഉണ്ടായിരിക്കും. നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ അടുത്ത ഇവിടെയും മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നല്ലൊരു ലൈൻ മാർക്ക് ചെയ്യാം. ഇവിടെ ഇല്ല. ദെൻ അടുത്ത ലൈൻ ഇവിടെ മാത്രമാണ്. സോ ഇനി തിങ്കളാഴ്ച മാർക്കറ്റ് ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ആണ് തരുന്നതെങ്കിൽ മാർക്കറ്റ് ഷുവറായിട്ടും ഇതുപോലെ ഒരു തരിക. ഇവിടെ വരും, ദെൻ ഇങ്ങനെ വരും, ദെൻ തിരിച്ച് ഒരു മൂവ്മെൻറ്റ് തരാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വന്ന ശേഷം ഒരു മൂവ്മെൻറ്റ് തരാനാണ് ചാൻസ് ഉള്ളത്. ഇനി മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആണ് തരുന്നത് എങ്കിൽ അതുപോലെ തന്നെ മാർക്കറ്റ് നേരെ ഈ ഒരു ലൈന് റെസ്പെക്റ്റ് ചെയ്യും. ദെൻ അവിടുന്ന് നേരെ ഒരു ഫാൾ തരാനാണ് ചാൻസ് ഉള്ളത്. ഇനിവേ കുറച്ച് ദിവസം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ഈ റേഞ്ചിൻ്റെ അകത്ത് നിൽക്കാൻ മാർക്കറ്റിന് ഒരു മുകളിലേക്കോ ഒരു താഴേക്കോ പോകാനൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത സാഹചര്യം മാർക്കറ്റ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാഗത്ത് നിൽക്കാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു അനാലിസിസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സിമ്പിളായിട്ടുള്ള കുറച്ച് ലോജിക്സ് വെച്ച് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്കും നമ്മുടെ കൂടെ ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു സിസ്റ്റം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ വീക്ക്ലി ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 2 ഡേ ട്രെയിനിങ് പ്രോഗ്രാം മാത്രമാണ്. ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ കൂടെ ട്രെയിനിൽ പങ്കെടുത്ത് ഈ ഒരു സിസ്റ്റം പഠിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.